വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ അടിച്ചിരിക്കുന്നത്. അതിനെ വെല്ലാൻ ഒരുത്തനും ഇതുവരെ വന്നിട്ടില്ല. ബ്രസീൽ ഇതേമേ ആ ചെക്കന്. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽസ്. എന്തെങ്കിലും ഗായ്സ് എന്നെ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഐ ആം വിസ്മയ, 25 years old. I'm just making contents for entertainment, okay? Entertainment purpose only. അപ്പോൾ today's entertainment is 2026 വേൾഡ് കപ്പ് ഗായ്സ്. അപ്പം ഈ വേൾഡ് കപ്പിലും അല്ലെങ്കിൽ എല്ലാ വേൾഡ് കപ്പിലും നമ്മൾ പെണ്ണുങ്ങൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എടാ, നിങ്ങൾ സൂക്ഷിച്ചോ. എനിവേ, ലെറ്റ്സ് ടോക്ക് ഗായ്സ്. യു ലവ് ഫുട്ബോൾ, ദാറ്റ്സ് ഓക്കെ. ഓക്കെ, അതില് ഈ പെണ്ണുങ്ങളെ ബുള്ളി ചെയ്യേണ്ട കാര്യം എന്താണ്? നിനക്ക് ഏത് ടീമിനെ ഇഷ്ടം? ഞാൻ പറയുവാണെങ്കിൽ ഐ ആം എ ഫാൻ ഓഫ് ബ്രസീൽ. ഓക്കെ, ഞാൻ പണ്ട് തൊട്ടേ ബ്രസീലാണ്, അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ആൻഡ് ഇപ്പൊ അർജന്റീന ആയാലും പോർച്ചുഗൽ ആയാലും ഫ്രാൻസ് ആയാലും ഖത്തർ ആയാലും എന്തായാലും ഫുട്ബോൾ ഈസ് ഗെയിം, പ്യുവർ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ആണ്. ഓക്കെ, അതിൽ ജെൻഡർ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഒരു പെൺകുട്ടി ഫുട്ബോൾ ഇഷ്ടമാണ് എന്ന് പറയുന്ന ആ നിമിഷം തുടങ്ങും അവന്റെ മനസ്സിലെ കുഷ്ടം. എന്താണെന്നറിയോ? നീ നീ ആ ടീമിലെ ഒരു നെയ്മറും മറ്റേ നെയ്മറും മെസ്സിയും റൊണാൾഡോ അല്ലാണ്ട് വേറൊരുത്തന്റെ പേര് പറഞ്ഞത്. ഗൈസ്, യു നീഡ് ടു ചേഞ്ച്. നിങ്ങൾ ഇതിനെപ്പറ്റി പഠിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ പഠിക്കണമെന്നില്ല. കാരണം നമ്മുടെ ടേസ്റ്റ് വ്യത്യാസമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഫുട്ബോൾ അത്രയും ഹരം കൊള്ളിക്കുന്ന ഒരു ഗെയിമാണ്. ഇഷ്ടമുള്ളവർ വന്ന് കണ്ടിട്ട് പോട്ടെ, നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? നിങ്ങൾ എന്തിനിങ്ങനത്തെ ചോദിക്കണം? അതും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അതേ ടീമിന്റെ പേരാണ് ആ പെൺകുട്ടി പറയുന്നതെങ്കിൽ പോലും സ്റ്റിൽ യു ഗൈസ് ആർ റെഡി ടു bully, right? Anyway, let me tell you something. ഞാൻ ബ്രസീലിനെ ഇഷ്ടപ്പെടുന്നതോട് തന്നെ ഞാൻ നെയ്മറിനെ കണ്ടിട്ടാണ് സത്യത്തിൽ ഇതിലേക്ക് വന്നത്. കാരണം നെയ്മറിന് മുന്നേയുള്ള തലമുറയുടെ ഗെയിമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ട് വാസ് നെയ്മർ ആൻഡ് ഹീ സ്റ്റിൽ ഗോയിങ്. ഞാൻ എന്നെ എപ്പോഴും ഇങ്ങനെ കൈകൂപ്പി പ്രാർത്ഥിക്കും, ദൈവമേ ആ ചെക്കന് എന്തു കൊടുത്തില്ലെങ്കിലും വീഴാണ്ട് ആരോഗ്യം കൊടുക്കണേ. That's another topic. Okay, so ladies, Brazil fans ആണ്, I will give you some tips. Okay, you need to study something. Okay, like ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും ഒരു ബ്രസീൽ ഫാനാണ് നിന്റെ അടുത്ത് ഒരുത്തം വന്നിട്ട് ചോദിക്കുക, എടി ഏത് കൊല്ലവാ നീ കാണാൻ വന്നേക്കുന്ന വേൾഡ് കപ്പ് തുടങ്ങിയത്? അപ്പൊ യു നീഡ് ടു ആസ്ക്, അല്ല സോറി, യു നീഡ് ടു സേ സംതിങ് ലൈക്ക് യു ഗൈസ് ജസ്റ്റ് നീഡ് ടു അറിയാത്ത പോലെ അതൊക്കെ അറിയേണ്ട കാര്യം എന്താ? എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല, എനിക്ക് ഇന്ന ഗെയിം ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് പതുങ്ങുന്ന ആ സമയത്ത് നിങ്ങൾ പറയണം, 1930 അട്ടികളെ വേൾഡ് കപ്പ് തുടങ്ങിയത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു നീഡ് ടു റിപ്ലൈ. ഓക്കെ, അത് മാത്രമല്ല, for Brazil fans I have so many tips. Okay, Argentina and other teams, guys need to study something. I don't know much about them. Okay, so അതിൽ തന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നറിയും? അടുത്തത് നിങ്ങൾ അവരോട് ചോദിക്കണം, ഈ വേൾഡ് കപ്പിൽ ഹിസ്റ്ററിയിൽ എല്ലാ വേൾഡ് കപ്പിലും പങ്കെടുത്തിരിക്കുന്ന ഒരേ ഒരു ടീമേ ഉള്ളൂ എല്ലാ സീസണിലും. Who is that, guys? Brazil, 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 Brazil. Okay, it's Brazil, guys. അത് മാത്രമല്ല, ഈ വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഗോൾസ് നേടിയിരിക്കുന്നതും ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് നേടിയിരിക്കുന്നതും ആരാണ് ഗൈസ്? ഇറ്റ്സ് ബ്രസീൽ. ബ്രസീൽ, ബ്രസീൽ, ബ്രസീൽ. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾ കിട്ടിയില്ല. അതുപോലെ തന്നെ 237 ഗോൾസ് ആണ് നമ്മൾ ടോട്ടൽ ബ്രസീൽ വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ അടിച്ചിരിക്കുന്നത്. അതിനെ വെല്ലാൻ ഒരുത്തനും ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, മാത്രമല്ല നമ്മളെ അർജന്റീനയ്ക്ക് കിട്ടിയിരിക്കുന്ന ഗോൾസ് 152 ഗോൾസ് ആണ്. ഓക്കെ, 152 ഗോൾസ് ആണ് അർജന്റീന ഇതുവരെ അടിച്ചിട്ടുള്ളത്. ഐ ഡോണ്ട് പുച്ഛം. ഓക്കെ, എനിക്ക് പുച്ഛമൊന്നും ഇല്ല, ബിക്കോസ് ഇറ്റ്സ് ഗെയിം, pure entertainment. Okay,
ആൻഡ് പോർച്ചുഗലിനാണ് 61 ഗോൾസ് ആണ് പോർച്ചുഗലിന്. അതുപോലെ തന്നെ മോസ്റ്റ് സ്കോർഡ് പേഴ്സൺ ഇൻ ദ ഹിസ്റ്ററി ഇൻ ബ്രസീലാണ് ഏറ്റവും കൂടുതൽ ലെജൻഡ്സ് വന്നിട്ടുള്ളത്. അങ്ങനെ അങ്ങനെ ഒരുപാട് ഹിസ്റ്ററിയിലുള്ള ഒരുപാട് പ്ലേയേഴ്സ് വന്നിട്ടുള്ള ടീമാണ് നമ്മുടെ ബ്രസീൽ. സോ അതിൽ തന്നെ മോസ്റ്റ് സ്കോർഡ് പേഴ്സൺ ആണ് നെയ്മർ. 79 ഗോൾസ് ആണ് പുള്ളി ടോട്ടലി ഗോൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ പറ്റി നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം പുള്ളി വരുന്നവന്റെ കൊടുക്കണം. ക്ലോസ് ഇറ്റ്. സോ ഞാൻ ഇനിയിപ്പം നമുക്ക് ലവന്മാരോട് സംസാരിക്കാം. എടാ, ഇതെന്താ? ഇത് എന്താണ്? ലിപ്സ്റ്റിക് എങ്ങാൻ പറഞ്ഞ ഇതിന്റെ ബ്രാൻഡ് ഏതാണ്? ഇതിന്റെ അംബാസിഡർ ആരാണ്? ഇതിന്റെ ഓണർ ആരാണ്? ഡു യു നോ? റൈറ്റ്? അപ്പൊ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് അത് വേറെ ആയിരിക്കും. ദാറ്റ് ഡസന്റ് മീൻ നമുക്ക് ഈ ഫുട്ബോൾ ഇഷ്ടപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ ഗെയിംസിന് ഇഷ്ടപ്പെടാൻ പാടില്ല, ഇങ്ങനെ ഒരു പേഴ്സണോട് ഒരു ആരാധന തോന്നാൻ പാടില്ല എന്നുള്ളത് എവിടെയും ഒരു റൂൾ ബുക്കിലും ഇല്ല. സോ ഡോണ്ട് ബുള്ളി. അവര് വന്ന് കണ്ടിട്ട് പൊക്കട്ടെ. നിങ്ങൾക്ക് എന്തത്ര ബുദ്ധിമുട്ട്? എടാ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കാം. നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതും പറയുന്നതും കേട്ടിട്ടാണ് ഇവർക്ക് ഈ ആരാധന തോന്നുന്നത് തന്നെ. ഏത് വീട്ടിലെ പെണ്ണുങ്ങൾക്ക്. സോ അങ്ങനെയുള്ളപ്പം നിങ്ങളിങ്ങനെ പുച്ഛിക്കാനും അവരെ പരിഹസിക്കാനും പാടുണ്ടോ? ഇല്ല. എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ഏട്ടനും അച്ഛനും ഒക്കെ ഓരോന്ന് പറയുന്നത് കേട്ടിട്ടാണ് ഫുട്ബോളിനോട് തന്നെ ഒരു താല്പര്യം തോന്നിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് ബ്രസീലിനോട് ഭയങ്കര ഒരു മഞ്ഞപ്പട എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഐ ഫീൽ സോ 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 സോ. അതാണ്. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാനാണെങ്കിൽ ഞാൻ അതുകൊണ്ടൊക്കെ തന്നെയാണ് പോകുന്നതും. എനിക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടമാണ്. I love it. Okay, football is something. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളപ്പോ വന്ന് കണ്ടിട്ട് പോക്കോട്ടടാ. നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്ക് കുറച്ചും കൂടെ ആണ് നിങ്ങളുടെ ടീമിൽ കാണുന്നത് ഭയങ്കര. അതിപ്പോ ഏത് ടീമായാലും, അത് അർജന്റീന ആയാലും പോർച്ചുഗൽ ആയാലും, എല്ലാ ലെജൻസ് ആണ്. എല്ലാവരുടെയും അവസാനത്തെ കളിയും കൂടിയാണ്. സോ ജസ്റ്റ് ലെറ്റ് ദം എൻജോയ് ആൻഡ് യു ഗൈസ് ഓൾസോ എൻജോയ് 2026 വേൾഡ് കപ്പ്. അടിപൊളിയായിരിക്കട്ടെ. ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ റെസ്പോൺസ് അനുസരിച്ചിട്ട് നമുക്ക് ഒരു വീഡിയോ കൂടി ചെയ്യണം. എനിവേ, ബൈ ഗൈസ്. ഡോണ്ട് ബുള്ളി. ഓക്കെ, ബുള്ളികളോടാ ഞാൻ പറയുന്നത്. ഒരു വരവും കൂടി ഞാൻ വരും.